സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധാനെ അടുത്ത് വരുവാൻ ദൈവം ഇങ്ങനെ ഒരു സാവകാശം ഇരിക്കുമല്ലോ. കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മള് ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ഹെൽത്ത് റിയാലിറ്റി, നരകം എന്ന യാഥാർത്ഥ്യം. ഭൂമിശാസ്ത്രപരമായി സയന്റിഫിക്കലി നമുക്കറിയാം, സയൻസ് അറിയാവുന്ന, ഭൂമിയുടെ കാര്യങ്ങൾ അറിയാവുന്ന, അല്ലെ, ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ന്യായമായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഭൂമിയുടെ മധ്യഭാഗം തിളച്ചു മറിയുന്ന, ഉറപ്പില്ലാത്ത ദ്രാവക രൂപത്തിലുള്ള 5000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കത്തുന്ന ഒരു മണ്ഡലം ഭൂമിയുടെ മധ്യഭാഗത്തായിട്ടുണ്ട്. പലപ്പോഴും നാം അറിയാത്ത ഒത്തിരി നിഗൂഢതകൾ ഈ ഭൂമിക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് ആർക്കും അതൊന്നും അറിയത്തില്ല. നമ്മൾ ചില ഗുഹകൾക്കകത്ത് ചെന്ന് കയറുമ്പോൾ പല നിഗൂഢതകളും ഈ ഗുഹകൾക്കകത്തുണ്ട്. പാറ ഉരുകി വരുന്നതും അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് ഈ ഗുഹകൾക്കകത്ത് തന്നെ കാണാൻ പറ്റും. ദൈവം ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ നമ്മളൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനകത്ത് ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഭൂമി ഒരു നാൾ കത്തി അഴിയേണ്ടതായതുകൊണ്ട് കത്തി അമരാത്ത ഒരു സാധനവും ഈ ഭൂമിക്കതില്ല, അല്ലെ? കത്തി അമരാത്തതായ ഒരു സാധനവും ഈ ഭൂമിയിൽ എല്ലാം ചെയ്യാം. ഇരുമ്പാണെങ്കിൽ അത് ചെയ്യും, വെന്ത് ഉരുകും, അല്ലെ? അങ്ങനെ എന്തൊരു സാധനവും കത്തി അഴിയുന്നതാണ്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. അങ്ങനെ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി ഈ സൃഷ്ടിക്കകത്തുണ്ട്. കാരണം ഇത് മൊത്തം തീക്ക് ഇരയാകത്തക്കവണ്ണം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഈ നരകം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് തിങ്ക് വാട്ട് ഐ എക്സ്പ്ലെയിൻ ഈസ് ദ ഹെൽ. നോ, ബിയോണ്ട് ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ക്രൂവൽ. നമ്മൾ ചിന്തിക്കുന്നതിനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി അങ്ങേപ്പുറത്ത് അതിഭീകരമായിരിക്കും. The same way, when I explain about heaven, don't think heaven is the thing which I explained. Never. Far beyond that. Far beyond that. അതിലൊക്കെ ഒത്തിരി അങ്ങേപ്പുറത്ത് വളരെ ഗ്രേറ്റ് ആയിരിക്കും സ്വർഗം എന്ന് പറയുന്നത്. മനുഷ്യവാക്കുകളുടെ പരിമിതമായ അറിവുകൾക്കകത്ത് ഉൾക്കൊള്ളിക്കുവാൻ പറ്റുന്ന രണ്ട് വസ്തുതയല്ല സ്വർഗവും നരകവും. ദിസ് ഈസ് സിംപ്ലി അൺഎക്സ്പ്ലെയിനബിൾ. നമ്മുടെ വർണ്ണനത്തിനൊക്കെ ഒത്തിരി അപ്പുറമാണ് ഈ രണ്ട് വസ്തുതകൾ. പിന്നെ അനദർ തിങ്, ഞാൻ നിത്യതയിലോട്ട് പോകും എന്ന് ഞാൻ പറയുമ്പോൾ ഏതാണ് എന്റെ നിത്യത എന്നോട് ഞാൻ തിരിച്ചറിയണം, അല്ലെ? എന്റെ നിത്യത നരകമാണോ അതോ എന്റെ നിത്യത സ്വർഗമാണോ? രണ്ടും നിത്യതയാണ്. നരകവും നിത്യതയാണ്, സ്വർഗവും നിത്യതയാണ്. എന്താണ് എന്റെ നിത്യത? നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. ഞാൻ വളരെ വേഗം നമ്മൾ ചില കാര്യങ്ങളോട് പോയി കഴിഞ്ഞ ദിവസം വായിച്ച് അവസാനിപ്പിച്ച വേദഭാഗത്തിൽ നിന്ന് ആരംഭിക്കണം. ഐശ്യ 30:33 വാക്യം. ഐശ്യ ചാപ്റ്റർ 30 and verse 33. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. God has prepared a consuming fire. ഒരു പ്ലേസ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. പണ്ട് തന്നെ ദൈവം ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ആ വാക്കിനെയൊക്കെ ആഴമായിട്ടൊന്ന് ഗ്രഹിക്കുമ്പോൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളെ പോലുള്ള 10 പുള്ളികളെ കണ്ടിട്ട് ദൈവം ഒരുക്കിയതല്ല നരകം. പിന്നെ പണ്ട് തന്നെ ദൈവം ഒരു ദഹന സ്ഥലം ഒരുക്കിയല്ലോ. അതായത് ദൈവത്തിന്റെ ഒരു വലിയ പ്ലാനായത്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, സുവിശേഷം അനുസരിക്കാത്തവരെ മാറ്റുക, സുവിശേഷ വിരോധികളെ നരകത്തിലോട്ട്, അനുസരിക്കാത്തവരെ നരകത്തിലോട്ട് തള്ളിയിടുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെയാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അതിൻ്റെ അത് ദൈവത്തിന് പാർഷ്യാലിറ്റി ഒന്നുമല്ല, അല്ലെ? ദൈവം പാർഷ്യൽ ഒന്നുമല്ല. ദൈവം കുറച്ചുപേരെ നരകത്തിന് വേണ്ടി
കുറച്ചു പേരെ ദൈവം സ്വർഗത്തിന് വേണ്ടി ഒന്നും ആക്കിയിട്ടില്ല. ഇറ്റ്സ് യുവർ ഫ്രീ വിൽ. നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. എനിക്ക് തെരഞ്ഞെടുക്കാം, ഞാൻ സ്വർഗത്തിൽ പോണോ ഞാൻ നരകത്തിൽ പോണോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കിതിനെ ഇത് ചെയ്യാം, എന്തുവാ, ലഘൂകരിക്കാം. എന്താ ഇംഗ്ലീഷ് വേർഡ്? സിംപ്ലിഫൈങ് അല്ലല്ലോ, ചൂട് ലഘു. നമ്മളിതിനെ എന്താ പറയുന്നത്, നമ്മളതിനെ കുഞ്ഞായിട്ടല്ലേ നിസ്സാരവൽക്കരിക്കുക. എന്താ സിംപ്ലിഫൈ? ഇച്ചിരൂടെ അല്ലേ നമ്മളതിനെ നെഗ്ലക്റ്റ് ആണോ? അല്ല, നെഗ്ലക്റ്റ് അവഗണിക്കുക അല്ലെ. ഞാൻ പറഞ്ഞ വാക്ക് എന്താന്ന് മനസ്സിലായി. നമ്മളിനെ എന്ത് ചെയ്യാം, നമ്മളിനെ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. ഒരു സാമട്ടില്ല, നമ്മളിനെ തള്ളിവിടും. അല്ല, ഇതിന്റെ അകത്ത് ഭയങ്കര വസ്തുതയുണ്ട്. കാരണം ഈ എനിക്ക് 50-ാം സംഘത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാനും നിന്നെ പോലെയുള്ളവരും നീ നിരൂപിച്ചു. സോ വാട്ട് ഡു യു തിങ്ക്? നമ്മളിതൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ഇത് എന്തുവാ, ഇത് വലിയ പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല. നമ്മളത് ഇങ്ങനെ എന്ത് ചെയ്യുക, നിസ്സാരവൽക്കരിച്ച് നമ്മളത് വിടുക. എന്നിട്ട് അടുത്ത വാക്യത്തിൽ സംഘത്തിലക്കാരൻ പറയുന്നതുവാ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. Nobody can save us. നമ്മളെ ആർക്കും ഈ ഒരു വസ്തുതയ്ക്കകത്ത് നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ പറ്റത്തില്ല. ഞാൻ തന്നെ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഈ നാളുകളിൽ നിന്റെ രക്ഷയ്ക്കുള്ളത്, നിന്റെ സമാധാനത്തിനുള്ളത് നീ കണ്ടെത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ സമാധാനത്തിനുള്ളത്, നമ്മുടെ രക്ഷയ്ക്കുള്ളത് കണ്ടെത്തണം. ഈ നരകം എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച്. ഈ 30-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യം, പണ്ട് തന്നെ ദൈവം ഒരു ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നു. നമ്മളെ യോഹന്നാൻ 17 കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവിന്റെ ഹൈപ്രീസ്റ്റ്ലി പ്രേയറിനകത്താണ് കർത്താവ് പറയുന്നത്, ആ നാശയോഗ്യൻ അല്ലാതെ അല്ലെ, ആ നാശയോഗ്യൻ അല്ലാതെ ആരും നശിച്ചു പോയില്ല. Only he became. അത് and another thing you have to understand, God never wrote any name. You choose to be that. അല്ലേ, you yourself choose to be that. അല്ലേ കറക്റ്റ്? നീ തെരഞ്ഞെടുത്തതാ ഒറ്റിക്കൊടുക്കാൻ, നീ തെരഞ്ഞെടുത്തതാ ഈ 30 വെള്ളി കാശ് മേടിക്കാൻ, നീ തെരഞ്ഞെടുത്തതാ ഞാനിത് ചെയ്യുമ്പോൾ. അല്ലേ, അതല്ലേ സത്യം. നമ്മള് ഈ വസ്തുതകൾ മനസ്സിലാക്കണം. ദൈവമല്ലാതെ യൂദ ജനിച്ചുടനെ അവന്റെ മണ്ടയ്ക്കോട്ട് എഴുതിയൊന്നും വെച്ചില്ല, ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കണം. അങ്ങനെയല്ല പറഞ്ഞേ. ഏതെങ്കിലും ഒരുത്തൻ ഇതിനു വേണ്ടി ഒരുങ്ങും. അത് ഞാനും നിങ്ങളും ആകാതിരിക്കുവാൻ നമ്മൾ ഹൃദയമായിട്ട് പ്രാർത്ഥിക്കണം. Lord, I should never be that one. നരകയോഗ്യനായി മാറുവാൻ, നാശയോഗ്യനായി മാറുവാൻ കർത്താവെ ഞാൻ തെരഞ്ഞെടുക്കപ്പെടരുത് എന്ന് നമ്മൾ ഹൃദയംഗമായി പ്രാർത്ഥിച്ചു. നമ്മുടെ അകത്ത് ഒരു ചിന്തയോടാണ്. കാരണം നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ അകത്ത് ചെറിയൊരു കയ്പ് മുളയ്ക്കും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, അതങ്ങ് വളരും. പിന്നെ നമുക്ക് ഈ പർട്ടിക്കുലർ വ്യക്തിയോടെന്നല്ല, ലോകത്തോട് മുഴുവൻ നമുക്ക് എന്താകും, ദേഷ്യവും വെറുപ്പാകും. ഞാനത് എപ്പോഴും പറയുന്നത്, നോ, നമ്മളെ ഉപദ്രവിക്കുന്നവർ അനേകരാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യല്ലേ, ആംഗ്രി വെച്ചു. ഞാൻ ഒരിക്കൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൂടുതൽ നമ്മുടെ കെസിയോൺ പാസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ വീണവരെ കുറിച്ച് അധികം സംസാരിക്കാൻ നിൽക്കല്ല. നമ്മളത് സംസാരിച്ചുണ്ടല്ലോ, ഫ്രാൻസിസ് ബ്രദർ എന്നോട് അങ്ങനെ ചെയ്തു, ഇന്നതാ ഫ്രാൻസിസ് ബ്രദർ എന്നോട് അങ്ങനെ, നാളെ പറയും ഷമ്മ എന്നോട് അങ്ങനെ ചെയ്തു, അടുത്ത ദിവസം. ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഈ നന്മ കണ്ടെത്തുവാൻ കഴിയാതെ നമ്മൾ ഏതെങ്കിലും ഒരു കാരണത്തിൽ കയറി പിടിച്ചിട്ട് നമ്മുടെ അകത്ത് തിന്മയുടെ വേരങ്ങ് വളരും. ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വിഷയം, കഴിവിന്റെ പരമാവധി ദ ലെവൽ ബെസ്റ്റ്
ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അവിടെ തിന്മ നോക്കാതിരിക്കുക, നന്മയെ കാണുക. അന്നേരം നമ്മുടെ ഹൃദയം നല്ലതാണ്. വാടിച്ചാക്കഴിയും ആ മനുഷ്യൻ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. ഡോണ്ട് തിങ്ക് ഞാനിപ്പോ ഫ്രാൻസിസ് അങ്കിളിനെ നോക്കിയിട്ട് ഫ്രാൻസിസ് അങ്കിളിനെ നന്മ മാത്രമേ ഞാൻ കാണുള്ളൂ, ഇങ്ങനെ ചെയ്യുന്ന ഒരു തിന്മയും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ തിന്മ മാറ്റാനൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്കെന്ത് ചെയ്യാം? എന്റെ ഹൃദയത്തെ എനിക്ക് നന്മയുള്ളതാക്കി മാറ്റുവാൻ. പലയിടത്തും നമ്മളെ അടുത്ത് വേര് മുളച്ചിട്ട് ഈ തിന്മയുടെ പദ്ധതികൾ വന്നിട്ട് നമ്മളതിനെ കൂട്ടിയിട്ട് വളമിട്ട് വളർത്താതെ നമ്മളെന്ത് വേണ്ടി ചോദിച്ചാൽ കർത്താവുമായി നമുക്കൊരു ശുദ്ധ മനസാക്ഷി, നന്മ നിറയുന്ന ഒരു നല്ല ഹൃദയത്തിന് നമ്മൾ ഉടമകളായി. ഈ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പഠിക്കുമ്പോഴേ when we study about the love of Jesus, റിയലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം കർത്താവിന്റെ സ്നേഹം എന്താണ്. അത് റിയലി നമുക്ക് മനസ്സിലായാല് അതുകൊണ്ട് ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. നിങ്ങൾ പിന്നെ ഒരിക്കലും നമുക്ക് ആ കർത്താവിനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവിന്റെ സ്നേഹം നമ്മൾ പഠിച്ചാൽ കർത്താവിനെ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ കർത്താവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ? നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ പൊന്ന, നമ്മളാണ് എവിടെങ്കിലും ഒതുക്കത്തില്ല പാത്ത് നീ ഇവരെ തിരിച്ചടിക്കാൻ പറ്റത്തില്ല, രണ്ട് കല്ലെങ്കിലും എടുത്തു നീ അല്ലെ പ്രാർത്ഥിച്ച ഓടിക്കും. ഇതൊന്നും അല്ലെന്ന് നമ്മൾ പ്രാർത്ഥിച്ചോടിക്കും. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒത്തിരി നമുക്ക് നമ്മുടെ BP കുറയും, നമ്മുടെ ഒത്തിരി അസുഖങ്ങൾ മാറും, നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരും, നമ്മുടെ ഈ സ്ട്രെസ് മാറും. നമുക്ക് പലപ്പോഴും ഈ സ്ട്രെസ് ഉണ്ടാകുന്ന എവിടെ നിന്നറിയാം? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജിഷയ്ക്ക് തിരി വരുന്നു. ആണോ? ജിഷയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളതാണ്. ജിഷയെ കുറിച്ച് മാത്രം ചിന്തിക്കും, പിള്ളേരെ കുറിച്ച് ചിന്തിക്കും. നമ്മൾ ഈ മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒത്തിരി സ്ട്രെസ് ഉണ്ടാകുന്നത്. ഒത്തിരി സ്ട്രെസ് ഉണ്ടായി നമുക്ക് BP കൂടി, നമുക്ക് പ്രശ്നങ്ങൾ കൂടി നമ്മൾ മാറുന്നതല്ലാതെ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ഈ ബുദ്ധിക്കെത്താത്ത ഒത്തിരി വൻകാര്യങ്ങൾക്കകത്തും നമ്മളത് മാറണം. നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരും. കർത്താവിന്റെ ഹിതമല്ലാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത ഒത്തിരി വിഷയങ്ങൾക്കകത്തുനിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ അറിയാൻ വയ്യാത്ത ഒരു എനർജി നമ്മുടെ മേൽ കർത്താവ് പകരും. നമ്മൾ അറിയാത്ത ഒരു ദൈവശക്തി കർത്താവ് നമ്മുടെ മേൽ പകരും. അതിനങ്ങേപ്പുറത്ത് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഉള്ളൊരു ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ തരും. കർത്താവ് നമ്മുടെ ഒരു ദൈവകൃപ തരും. നമ്മുടെ മനസ്സിനകത്ത് നിന്ന് നമ്മളെ അസഹ്യപ്പെടുത്തുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന, നമ്മളെ നിത്യതയെ നശിപ്പിക്കുന്ന, നമ്മളെ രോഗിയാക്കി മാറ്റുന്ന, നമ്മളെ നരകത്തിനോട് തള്ളിവിടുന്ന ഈ ദുഷ്ട പദ്ധതികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. എടുത്ത കളയണം നമ്മളത്. നമുക്ക് വേണ്ടാതെ, നമുക്കൊന്നും വേണ്ട. എന്തിനാ നമ്മൾ വെറുതെ BP കൂട്ടി നമ്മൾ നശിക്കാൻ പോകുന്നത്? കാരണം ഇത് വലിയൊരു മർമ്മമാണ്. കർത്താവ് ആദ്യമേ എന്ത് ചെയ്യുന്നു? ഒരു ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ഡോണ്ട് തിങ്ക് നിസാരമാണെന്ന് ചിന്തിക്കല്ലേ. എവിടെ അതിന്റെ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോഴാ ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഒരിക്കൽ പോലും ദൈവത്തിനെതിരെ ഒറ്റ വാക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പക്ഷെ ദൈവം എന്താ പറഞ്ഞേ? നിങ്ങൾ എനിക്ക് വിരോധമായി സംസാരിച്ചു. എവിടെ? ഒരിടത്ത് പോലും ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ദൈവത്തിനെതിരെ സംസാരിച്ചില്ല. പക്ഷെ അവര് സംസാരിച്ചത് മൊത്തം ആർക്കെതിരെയാ? ഇയ്യോബിനെതിരെയാ. അന്നേരം ഇയ്യോബ് പറയുക, നിങ്ങൾ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു. കർത്താവ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയുക, നിങ്ങൾ അവനെ കുറിച്ച് വിഹിതമല്ലാത്തത് സംസാരിച്ചിരിക്കുക കൊണ്ടാണ്. ദൈവം അത് ദൈവത്തെ കുറിച്ചുള്ളതുപോലെ കൺസിഡർ ചെയ്തു. നമുക്ക് വേണ്ടിയത് ഒരു കാര്യം മനസ്സിലാക്കി. ഇവൻ തെരഞ്ഞെടുത്ത ഈ വഴി ആര്? യൂദ. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ തെരഞ്ഞെടുത്ത ഈ വഴി. അവനെ ദൈവം പിടിച്ച് തള്ളിയൊന്നും വിട്ടില്ല. നീ എന്നെ ഒറ്റിക്കൊടുക്കണമെന്നും പറഞ്ഞോളാം.
അവന് നെറ്റിയാല് എഴുതിയൊന്നും വെച്ചിട്ട് ഇവനാണ് ഒറ്റുകാരൻ തോന്നുന്നു. ഇവന്റെ അകത്ത് എന്നോ കുടിയേറിയ ഈ ഒരു ചിന്താഗതികൾ അവനെ ഗ്രാജുവലി തള്ളിക്കൊണ്ടിരുന്ന ഈ 30 വെള്ളിക്കാശിന് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിലോട്ട് കൊണ്ടെത്തിച്ചു. Did you understand? സോ നമ്മുടെ അകത്ത് കളിക്കുന്ന ചെറിയ 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 ചിന്താഗതികൾ, ചെറിയ തട്ടിപ്പ്, ചെറിയ വെട്ടിപ്പ്, ചെറിയ അടവുകൾ ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യും? വലിയ 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 പ്രവൃത്തികളിലോട്ട് നമ്മളത് മാറും. അതിന്റെ വിത്ത് മുളയ്ക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? പറിച്ചു കളയണം. അവൻ ഒരു വലിയ ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അടുത്ത വാക്ക്, അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അടുത്ത വാക്ക്, അവൻ അതിനെ ആഴവും വിശാലവും. നിങ്ങൾ ആ 2 വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇറ്റ് ഈസ് വെരി വൈഡ് ആൻഡ് വെരി ഡീപ്. ദാറ്റ് മീൻസ് നമ്മൾ മുമ്പേ വായിച്ച എൻഡ്ലെസ് പിറ്റ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച എൻഡ്ലെസ് പിറ്റ്. ഇതിന്റെ ഭീകരത, ഈ നരകത്തിന്റെ വലിപ്പവും. This is something endless. നമ്മൾ പുത്രനെസ്രേമിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? അതിന് മുഴം നീളം, ഇത്ര മുഴം വീതി, ഇത്ര മുഴം ഉയരം. നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ അത് പഠിക്കാം. പുത്രനെസ്രേമിനെ കുറിച്ച് പറയുമ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്? നീളവും വീതിയും ഉയരവും ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, സാങ്കല്പികമായിരിക്കാം, അല്ലെങ്കിൽ സിംബോളിക്കലായിരിക്കാം, anything. But the thing is, it has a measured area. അല്ലേ? It has a measured area. ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നോക്കി. Is there? No. അവനതിനെ ആഴമേറിയതും വിശാലവുമായ. So, what is the logic in that? രണ്ടും കൂടി ചേർന്ന് പഠിക്കുമ്പോൾ വെരി സിമ്പിൾ. 3 വാക്യങ്ങൾ. 1 Corinthians 10. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. 1 Corinthians chapter 10. ഇത് വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഏരിയ കേട്ടോ. വലിയൊരു കൂട്ടം ജനവുമായിട്ട് യാത്ര ആരംഭിക്കുക. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത വാക്യം, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. See, God is so much concerned to understand the fact that so many were rejected in the wilderness. So many were rejected in the wilderness. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് അവിടെ രക്ഷപ്പെട്ടെ? Only 2. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഡേഞ്ചറസ് ആണോ? നമുക്ക് ബാക്കി ഒന്ന് വായിക്കണം. റീഡ് ആൻഡ് ഗോ. സഹോദരന്മാരെ, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ച്, പാട്ടും പാടി ജിഞ്ചിലും അടിച്ച് താളവും പാടി അന്യഭാഷയെ പറഞ്ഞ് കർത്തൃമേശ എടുക്കാറുള്ള പുള്ളികളെ കുറിച്ചാണ് പറയുന്നത്. They are not ordinary people led by the Lord. God has provided for them. Moses led them. There was no leadership, failure. Moses is the leader. Moses only led them. അവരെ നയിച്ചത് മോശയാ. കുടിച്ചത് ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാ. സ്നാനപ്പെട്ടത് മേഘത്തിലും സമുദ്രത്തിലുമാ. Hey, what spiritual lacking is there? ആത്മീയമായിട്ട് എന്താ അവിടെ കുറഞ്ഞു പോയത്? Anything? No. No, nothing. Nothing is lacking.
നത്തിങ് ഈസ് ലാക്കിംഗ്. പക്ഷെ എന്ത് പറ്റി? അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അന്നേരം ആട്ടവും പാട്ടും കൂത്തും ചാട്ടവും ഡാൻസും സ്നാനവും ഒന്നും അല്ല വിഷയം, അല്ലേ? നമ്മൾ ഈ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മളെ ദൈവം അതിൻ്റെ അകത്ത് ചിന്തിച്ചിരിക്കുന്ന വിഷയങ്ങളെ നമ്മൾ ആഴമായിട്ടൊന്ന് ഗ്രഹിക്കണം. ഈ വാക്യം വായിച്ചപ്പോ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. അത് ആഴമേറിയതും വിഷാദവുമാണ്. പക്ഷെ അങ്ങേപ്പുറത്ത് വരുന്നേ വെളിപ്പാട് 21 വരുന്ന പുത്തനാം യെരൂശലേമിന് അതിനും വെച്ചിട്ടുണ്ട്, നീളവും വെച്ചിട്ടുണ്ട്, വീതിയും വെച്ചിട്ടുണ്ട്. വായിക്കും. എന്നിട്ട് ഈ വാക്യങ്ങളോടൊന്ന് ചേർത്ത് വായിക്കുക. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത വാക്യം, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിക്കുന്നു. ശ്രദ്ധിച്ചേ, he's giving a warning. അവർ മോഹിച്ചതുപോലെ നമ്മൾ ആരാകരുത്? ദുർമോഹികളാകരുത്. What's the reason? Because the pit has no depth and no width. ഒരു വീതിയും ഒരു ആഴവും ഇല്ലാത്ത വിധത്തിൽ കിടക്കുന്ന endless pit ആണ്. ഈ നരകത്തിന്റെ ക്രൂരത കണ്ടുകൊണ്ടും നിത്യതയുടെ മാഹാത്മ്യം കണ്ടുകൊണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുക, അവർ മോഹിച്ചതുപോലെ നമ്മൾ ആരാകരുത്? ദുർമോഹികളാകരുത്. അടുത്ത വാക്യം, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധികൾ ആകരുത്. അടുത്ത വാക്യം, അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒറ്റ ദിവസം 5 ദൈവത്തിന്റെ പുറകെ പോയതാ. ഒറ്റ ദിവസം 23,000 നാം പരസംഗം ചെയ്യരുത്. അടുത്ത വാക്യം, നശിച്ചു പോയതുപോലെ നമ്മൾ കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്തത്, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. അടുത്ത വാക്ക് വളരെ ശ്രദ്ധിച്ചേ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതിയിരിക്കും. ഓരോ സപ്പോസും എത്ര സ്നേഹത്തോടെ ഇത് പറയുന്നത് അറിയാമോ? അവർ സംഭവിച്ചു, അവർ ചെയ്തു, അവർ വീണുപോയി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ആകരുത്. എന്നാ റീസൺ? വീതിയും ആഴവും അളക്കുവാൻ വയ്യാത്ത ഒരു പിറ്റ്, അല്ലേ? ബോട്ടംലെസ് പിറ്റ് ഒരുങ്ങിയിട്ടുണ്ട്. എത്ര ഭയങ്കരമാണെന്നറിയാം. വിശ്വാസപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഒരു ദഹന സ്ഥലം ദൈവം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ. സംഹാരിയാൽ നശിച്ചതുപോലെ പിറുപിറുപ്പിന് നശിച്ചു 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 എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അത് ചത്തൊടുങ്ങി എന്നാണോ? നോ, കേവലം മരണമല്ല, അവൾ മരിച്ചുപോയി എന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, നിത്യതയെ കാണുമെന്നായിരുന്നു, അല്ലേ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവർ നശിച്ചതുപോലെ നമ്മൾ നശിക്കാം. എത്ര പേരെ ഇവിടെ രക്ഷപ്പെട്ടെ? എത്ര പേരെ രക്ഷപ്പെട്ടെ? അവിടെ എത്ര പേര് രക്ഷപ്പെട്ടു? രണ്ട് പേർ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഈ പിറ്റ് എന്താണ്? എൻലെസ് ആണ്, ബോട്ടംലെസ് ആണ്, അല്ലേ? No width, no deep. We cannot
മെഷർ ഇറ്റ്. പക്ഷെ പുത്രവിസ്ലേമിന് എന്തുണ്ട്? ഒരളവും നീളവും വീതിയും ഒക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഒന്നിന്റെ വലുപ്പവും ഒന്നിന്റെ ചെറുപ്പവും മനസ്സിലായോ? നമ്മൾ വളരെ ആഴമായിട്ട് നമ്മളൊന്ന് ഗ്രഹിക്കണം. ഈ പോകുന്ന 1000-ലൊന്ന് നമ്മളായിരിക്കണം. സ്വർഗത്തിൽ പോകുന്ന 1000-ലൊന്ന് നമ്മളായിരിക്കണം. ആകുന്നില്ലെന്നൊരിക്കലും. We don't know what is going to happen. It's very, very, very dangerous. നമ്മളില്ലേ 15 വയസ്സുള്ള ഒരു കൊച്ച ഫ്ലോറിഡയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോഴ് ആ കുഞ്ഞ് അവിടെ പോയി കൂട്ടുകാരോട് പോയി 2 പീനട്ട് കഴിച്ചതാ. അത് അലർജിയായി. അവളുടെ ബാഗിനകത്ത് ആ ഷോട്ട് കിടപ്പുണ്ട്. ജസ്റ്റ് എടുത്തിട്ട് ഒരു ഷോട്ട് അടിച്ചാൽ മതി. മസിലേൽ എവിടെയെങ്കിലും ആർക്കും ചെയ്യാം. നേരെ കുത്തി ഒറ്റ ഷോട്ട് അടിച്ചാൽ മതി. അലർജി മാറും, അന്നേരം ആ പ്രശ്നം മാറും. പക്ഷെ അവളുടെ കൂട്ടുകാർ മൊത്തം തപ്പിയിട്ടും ബാഗിനകത്ത് 2-3 പേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എവിടെ ഇത് കിടക്കുന്ന കണ്ടെത്താൻ പറ്റിയില്ല. അത് കണ്ടെത്തുന്നതിന് മുമ്പ് ഇവിടെ കൊളാപ്സ് ആയി പോയി. ലങ്സ് ഇതായി. അന്ന് ആ കുഞ്ഞ് വെന്റിലേറ്ററിൽ കയറിയതാ. ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കിടന്നു. എവിടെ സമയം കിട്ടി മടങ്ങി വരാൻ? എവിടെ സമയം കിട്ടി കൺഫസ് ചെയ്യാൻ? ആ കുഞ്ഞ് ഭാവിയാന്നോ അല്ലെ അന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒരു മനുഷ്യന്റെ സമയത്തിന്റെ ഇതാ പറയുന്നത്. നമ്മൾ ചിന്തിക്കും എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കൺഫസ് ചെയ്യാനും നിലവിളിക്കാനും ഒക്കെ ടൈം കിട്ടുമെന്നൊക്കെ നമ്മൾ at any time end can take place. ഏതെങ്കിലും സമയത്ത് എന്ത് ചെയ്യാം, കാഹളനാദം കേൾക്കാം. നരകത്തിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വാക്യം വളരെ ഞെട്ടിപ്പിച്ചു. ഇവിടെ പറയുന്നു അവനൊരു ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അതിന് ആഴവും വീതിയൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് വിശാലമേറിയതും ആഴമേറിയതുമാണ്. എന്നിട്ട് ഈ 21-ാമത്തെ അധ്യായത്തിലോട്ട് വരുന്ന അവിടെ പറയുകയാണ് പുത്തനാം യെരൂശലേമിന് ഇത്ര നീളോ ഇത്ര വീതിയുമേ ഉള്ളൂ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിന്റെ മഹത്വം ഞാൻ പറയുന്ന പോലോ നരകത്തിന്റെ ഭീകരത ഞാൻ പറയുന്ന പോലെ ഒന്നുമല്ല. അതിനൊക്കെ അങ്ങേപ്പുറത്ത് ഒത്തിരിയാണ്. ഞാൻ പറയുന്നത് ഒരു പക്ഷേ എനിക്കറിയില്ല, ചിലപ്പം തെറ്റായിരിക്കാം. അതാണോ? ബട്ട് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് പറയുന്നത് അല്ലേ? ഇവിടെ പറയുന്നു ഈ പെട്ടകത്തിൽ ഇവിടെ 2 പേർ കനാനിൽ പ്രവേശിച്ചു. ഇനി അടുത്തതാണ് പത്രോസിന്റെ ലേഖനം, 1 Peter chapter 3 and verse 20. 1 Peter 3 verse 20, 3:20. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. ഒരു 1,00,000 പേരാണ് ഉണ്ടായെന്ന് വെച്ചോ ഭൂമിയില് അല്ലേ? എത്ര പേർ രക്ഷപ്പെട്ടു? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ അതിന്റെ നീളവും വീതി ആഴമൊന്നും വിശാലമായിട്ട് ഇട്ടിരിക്കുന്നതും ഇവിടെ അളവിൽ പണിയേണ്ടതിന്റെ റീസൺ മനസ്സിലായി. അവിടെ ചത്തൊടുങ്ങിയത് നശിച്ചത് 1000-കണക്കിനും രക്ഷ പ്രാപിച്ചത് 2. ഏത് മരുഭൂമിയിൽ അല്ലെ നശിച്ചു എന്ന് തന്നെയാ അവിടെ ആ വേർഡ് യൂസ് ചെയ്യുന്നത്, നശിച്ചു അല്ലെ? അവിടെ നശിച്ചത് 1000-കണക്കിനും രക്ഷപ്പെട്ടത് 2. ഇവിടെ വെള്ളത്തിൽ സംഹരിക്കപ്പെട്ടത് 1000-കണക്കിനും രക്ഷമായിക്കൊള്ളട്ടെ, 1,00,000 ഒന്നും കൂട്ടിക്കും, രക്ഷപ്പെട്ടത് 8. അന്നേരം നിങ്ങൾ പറയാം ഇവിടെ അവസാനം കൂടുതൽ വേണ്ടിയേ? ഈ 2 ഇൻസിഡന്റിൽ കൂടി എത്ര പേരെ രക്ഷ പ്രാപിച്ചുള്ളൂ? 10 പേര്. ഈ 2 കൂടി രക്ഷപ്പെട്ടവര് 10 പേര്. നഷ്ടപ്പെട്ടത് ഒരു 1,50,000 ആയിക്കോട്ടെ. ജസ്റ്റ് ഒരു റേഷ്യോ. എനിക്ക് കണക്ക് അത്രയും അറിയത്തില്ല, ക്ഷമിക്കല്ല, കണക്കറിയാവുന്ന എനിക്ക് വലിയ അറിവില്ല കണക്ക്. 1.5-ക്ക് 8 പേര് വെച്ചാണെങ്കിലും 1.5-ക്ക് 6.2 പോയാൽ അത് തന്നെ കറക്റ്റ്. 6.2 പോയാൽ ഇവിടെ 1 കൂട്ടിക്കൂ. 7.5-ക്ക് 10 പേരാണെങ്കിൽ ഇപ്പം 750 കോടി ജനമോ? അങ്ങനെയാണെങ്കിൽ
എത്ര പേർ പോകും? ഇത് നല്ല റേഷ്യോടെ ചുമ്മാ ഞാനൊന്ന് ചോദിച്ചത്. അതാണെന്നുരുകി 7.5 ലക്ഷത്തിന് 10 പേരാണ് രക്ഷപ്പെട്ടതെന്ന് ഉരുകിയത്. ഇതൊന്നും യൂട്യൂബിലിടല്ലേ, ഇടാനും കട്ട് ചെയ്തിട്ട് വേണം. ഞാൻ പറഞ്ഞ അതിന്റെ ആ ഒരു ഭീകരത മനസ്സിലായതോ. ഇനി അടുത്തൊരു വിഷയം, യൂദയുടെ പുസ്തകം 14-15 പുതിയ നിയമത്തിലാണ്, 10 അധ്യായമാണ്. ആദാം മുതൽ ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ ഇത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് പറയുന്നത്. മഹത്വ പ്രത്യക്ഷ, അതായത് രഹസ്യത്തിൽ എടുക്കപ്പെട്ട സഭയുമായി പരസ്യത്തിൽ കർത്താവ് ഒലിവുമലയിൽ കാലി കൂട്ടാൻ വേണ്ടി വരുന്ന മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് ഈ ഹാനോക്ക് ഇവിടെ പറയുന്നത്. ഹാനോക്ക് ഇവിടെ പറയുമ്പോൾ എത്ര പേരുണ്ട്? എത്ര വിശുദ്ധന്മാരുണ്ട്? thousands and thousands അല്ലേ? അതെന്നാ ലാക്സ് ആകാനേ, അതെന്നാ കോടിയാകാനേ? എന്റെ ചോദ്യം മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് തെറ്റുവല്ലോ പറ്റിയോ? അവിടെ 2, ഇവിടെ 8, ഇവിടെ വന്നപ്പോ 1000. ഇപ്പൊ മനസ്സിലായോ? അതിലെന്തില്ല? ആഴവും വിശാലവും ഏറിയ ഒരു നരകം. വിഷയം ഇങ്ങനെ മിഴിച്ചിരിക്കുന്നു. പേടിക്കണ്ട വിഷ. രാത്രി ഉറങ്ങാതൊന്നും ഇരിക്കണം. ആഴവും വിശാലവുമായ ഒരു നരകം ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ മുഴത്തിനളന്ന് നീളവും വീതിയുമുള്ള ഒരു യെരൂശലേം ഒരുക്കപ്പെട്ടു. നമ്മൾ നോക്കിയേ, ഈ നരകം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. ഞാൻ ഈ നരകത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ദൈവസഭയോട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത് നരകത്തിന്റെ ഭീകരതയോർത്തല്ല, മറിച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ മഹാത്മ്യോർത്ത് വേണം കർത്താവിനെ സ്നേഹിക്കുക. Never serve the Lord by the fear of hell. Rather, it should be from the confidence of the heaven which is prepared for us. സ്വർഗ്ഗത്തെ കുറിച്ചുള്ള ധൈര്യമാണ് നമ്മളെ യേശുവിനെ സ്നേഹിക്കുവാൻ കൂടുതൽ യോഗ്യരാണ്. അല്ല, അയ്യോ ദൈവത്തിന്റെ ഒരു നരകത്തിലോട്ടാണല്ലോ ഞാൻ പോകുന്നതെന്ന് പേടിച്ച് പാമ്പിനെ പേടിക്കുന്ന പോലെയും പട്ടിയെ പേടിക്കുന്ന പോലെയും ആനയെ പേടിക്കുന്ന പോലെയും പേടിച്ചല്ല നമ്മൾ നിത്യതയോട് അടുക്കേണ്ടത്, മറിച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞു വേണം നാം ദൈവത്തെ സ്നേഹിക്കാൻ. ഈ ഒരു ശാന്തത നമ്മുടെ അകത്ത് വേണം, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്ത് വേണം. എന്നെ വളരെ ഭീകരമായി ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയായിരുന്നു. അവിടെ 2, ഇങ്ങപ്പുറത്ത് 8, ഇവിടെ വന്നപ്പോൾ 1000. കണക്കെന്തുമായിക്കോട്ടെ, ഐ കാണ്ട് എക്സ്പ്ലെയിൻ. എനിക്ക് അതിനെ ഇങ്ങനൊന്നും പറയാൻ പറ്റുന്നു. ഇത്ര പേരെ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഞാൻ അതേ സ്വർഗത്തിൽ വിടാനും നമ്മൾ പോപ്പൊന്നുമല്ല. കുറച്ച് പേരെ സ്വർഗത്തിൽ വിടാനും കുറച്ച് പേരെ വിടാതെ നോക്കാനും ബിസിനസ്. ഓക്കെ, ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാ സ്വർഗവും നരകവും. പക്ഷെ കേൾക്കുന്ന നമ്മുടെ അകത്ത് രാത്രിയിൽ ബുദ്ധിയുപദേശത്തിനായി എഴുതി വെച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ ആഴവും നീളവും അതിന്റെ യാഥാർത്ഥ്യവും തിരിച്ചറിയുമ്പോഴാ ഈ നരകം എന്ന് പറയുന്ന ഈ വലിയൊരു അവസ്ഥയിൽ നിന്ന് ഈ നിത്യമതയുടെ സ്വർഗത്തിന്റെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറ്റപ്പെടും. നമ്മളത് ഈ ഒരു കാഴ്ചപ്പാട് വേണം. അന്നേരം വായിച്ചാട്ട് സുനിശ്ചേ, നമ്മൾ ഈ വായിച്ച 3 ഭേദഭാഗങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരുക്കിയിരിക്കുന്ന ആഴമേറിയ വിശാലമേറിയ ഒരു നരകവും
നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുത്തനാവുന്ന രണ്ടിന്റെ ആ വ്യത്യാസം ഒന്ന് കാണിക്കാനാണ് ഇവിടെ അത്ര നേരം നിന്നത്. നമുക്ക് രാജാവിന് വേണ്ടിയും ദൈവം ഒരുക്കിയിരിക്കും. അന്നേരം പുരോഹിതനെന്നില്ല, തിരുമേനിയെന്നില്ല, പട്ടക്കാരനെന്നില്ല, ഉപദേശിയെന്നില്ല, കമ്മിറ്റിക്കാരനെന്നില്ല, സെക്രട്ടറി എന്നില്ല, പ്രസിഡന്റ് എന്നില്ല, അവൻ ട്രഷറർ എന്നില്ല. സകല മനുഷ്യർക്കും വലിപ്പച്ചെറുപ്പം നോക്കാതെ, ജാതി മത വർണ്ണ വ്യത്യാസം നോക്കാതെ സകല ദുഷ്ടന്മാരെയും ഒരുപോലെ നിഗ്രഹിച്ചു കളയേണ്ടതിന് അവൻ ഒരു അഗ്നികുണ്ഡം ഒരുക്കിയിരിക്കുന്നു. അവനൊരു അഗ്നികുണ്ഡം ഒരുക്കിയിരിക്കുന്നു. സോ ഹെൽ ഈസ് എറ്റേണൽ. നരകം നിത്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. എളുപ്പത്തിൽ കുറച്ച് വാക്യങ്ങൾ വായിച്ച് ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കൊണ്ട് തീർക്കണമെന്നായിരുന്നു എൻ്റെ ഒരു പദ്ധതി. എന്നാൽ അടുത്ത സാറ്റർഡേയോട് ഈ വിഷയവുമായി മുമ്പിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. 2 Thessalonians chapter 1 and verse 10. 2 Thessalonians chapter 1 and verse 10. എളുപ്പമാണ്. 2 Thessalonians chapter 1 and verse 10. When he shall come to be glorified in his saints, and to be admired in all them that believe, because our testimony among you was believed in that day. Wherefore also we pray always for you, that our God would count you worthy of this calling, and fulfill all the good pleasures of his goodness and the work of faith with his power. അതെവിടെ വേട് വന്നേ? 11. Yeah. Yeah. എത്ര? ഒന്നുകൂടി വായിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും അതല്ല 10 തന്നെയാ. നിത്യനാശം. അത് ഇംഗ്ലീഷ് എങ്ങനെയാ? പണിഷ് വിത്ത് എവർലാസ്റ്റിംഗ് ഡിസ്ട്രക്ഷൻ. അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. Understand? The hell is eternal. Hell is eternal. There is no coming back. There is no confession. There is no repentance. Nothing. Once you lost, then you lost. So അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഹൃദയത്തിന്റെ ആ ദുഷ്ടതയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ജെറമ്യ 4:4 ആണോ 4:14 ആണോ, ഇസ്രായേലേ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകി കളയണം. I think it's Jeremiah 4:4 or 4:14. Is it Jeremiah 4:4 or 4:14? 4:14. Yeah, 4:14. നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയണം. അല്ലേ? വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി. ഇസ്രായേലേ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയണം. നമ്മുടെ അകത്ത് ഒരു വാഷിംഗ്, നമുക്ക് അങ്ങനത്തെ യുദ്ധമുണ്ടാകണം. ആ ദുഷ്ടതയൊന്ന് കഴുകിക്കളയുവാൻ നമ്മുടെ അകത്ത് ദൈവവുമായ ഒരു ഇടമുറിയാത്ത ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ആ നാളിൽ 9 മുതൽ, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും തങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആക്കേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനത്തിൽ, സന്നിധാനവും അവന്റെ
വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്നിട്ട് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുന്നു. നോക്കിയേ, നമ്മൾ ദൈവസന്നിധി വിട്ടകന്നാൽ, കർത്താവിന്റെ മഹത്വം വിട്ടകന്നാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. We can select what I want to do. അല്ലേ? ഞാൻ എന്തുവാ ചെയ്യേണ്ടിയെന്ന് നോക്കി എനിക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് എങ്ങോട്ടാ പോകേണ്ടിയെന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം. ഞാൻ ആരാകണമെന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം. ബട്ട് വൺ ഡേ ഞാൻ പോകുന്നത് എങ്ങോട്ടാ? നിത്യനാശമെന്ന ശിക്ഷാവിധിയിലേക്ക്. സോ ഹെൽ ഈസ് എറ്റേണൽ, നിത്യമാണ്. പോയി കഴിഞ്ഞിട്ടൊന്നും വരാനൊന്നും പറ്റത്തില്ല. ഈ കർത്താവ് ഈ ഉപമ പറയുമ്പോഴേ ലാസറും ധനികനോടും കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ടേ. കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഒന്നും വരാൻ പറ്റത്തില്ല. പോയത് നീ പെട്ടെടുത്ത് വിട്ടു, ഇനി ഇപ്പോൾ ഒരു രക്ഷയില്ല. ഉടനെ പുള്ളി പറയാ, കർത്താവ് എന്നാ ഒരു കാര്യം എന്നെ അങ്ങോട്ടൊന്ന് വിട്, ഞാൻ ചെന്ന് ഇവിടുത്തെ സുഖം എന്നാന്ന് അവരുടെ ഒന്ന് പറഞ്ഞിട്ട് പറ്റ. കർത്താവ് തന്നെ പറയാ, അങ്ങനെ വേണ്ട. അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്, അവര് പറയുന്നത് വിശ്വസിക്കുന്നവൻ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ വലിയ അത്ഭുതവും വലിയ വീര്യം കർത്താവ് എന്റെ ജീവിതത്തിലൊക്കെ ഒന്ന് ചെയ്യും, ഞാൻ ഗുണപ്പെടാമെന്നൊക്കെ പറഞ്ഞ കർത്താവ് പറയാ, നീ വലിയ വീര്യപ്രവൃത്തിയും വലിയ അത്ഭുതവും അമേരിക്കയ്ക്കുള്ള വിസയൊന്നും കണ്ടിട്ട് നീ എന്നെ സേവിക്കാൻ ഇറങ്ങിയിരിക്കണ്ട. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, വെരി സിമ്പിൾ ഡോക്ടർ, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മോശം പറയുന്ന കേട്ട് ഇനി വന്നാൽ മതി. നീ ഇപ്പം അങ്ങോട്ട് ചെന്നിട്ട് നരകം ഇങ്ങനാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. എന്താ മനസ്സിലായി? നമ്മുടെ ഇപ്പോഴത്തെ ഓരോ പുള്ളികളൊക്കെ നരകത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഒക്കെ തിരിച്ചു വന്നിട്ട് വലിയ പ്രസംഗിക്കും. കർത്താവോട് പറഞ്ഞ നീ ചെന്നിട്ട് പ്രസംഗിക്കണ്ട. കർത്താവ് പറഞ്ഞ ഇവനെ തിരിച്ചു വിട്ടില്ല. നമ്മുടെ പുള്ളികളൊക്കെ ഇപ്പോഴും പോയിട്ട് തിരിച്ചു വരണം. നമ്മളത് കേൾക്കാനിരിക്കുകയാണ്. നരകവും സ്വർഗവും ഒക്കെ കേൾക്കാൻ എത്രമാത്രം സത്യമാണെന്ന് അമറും കൂവും ഒക്കെ കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തെങ്കിലും സത്യമാണ്, സത്യക്കല്ലാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, നീ പോയിട്ട് ഇവിടുത്തെ അമർച്ചയും പൂച്ചയും കാർച്ചയൊന്നും പറഞ്ഞിട്ട് ഒരുത്തനും ഗുണപ്പെടണ്ട. മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട്, അത് കേട്ടിട്ട് വരുന്നവരും ഇങ്ങോട്ട് വന്നാൽ മതി. വെരി സിമ്പിൾ തിയോളജിയാണ്. രാത്രി നമ്മളൊരു കാര്യം മനസ്സിലാക്കി നമുക്ക് വൺ തിങ് ഈസ് ഷുവർ, കർത്താവിന്റെ പറഞ്ഞ എത്ര ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അവനവർക്ക് വേണ്ടി അവനവിടെ ഒരു നിത്യ അഗ്നി ഒരുക്കി, ഒരു ദഹന സ്ഥലം. ആ വാക്കൊക്കെ ശ്രദ്ധിച്ചല്ലേ, ഒരു ദഹന സ്ഥലം അല്ലെ? ഇംഗ്ലീഷിൽ എന്തോ വാക്ക്? 30-33 ആഴ്ച ദഹന സ്ഥലം എന്ന് പറയുന്നത്. എന്താ വാക്കത്താ? Prophet. T-O-P-H-E-T. T-O-P-H-E-T. ഇല്ലാണെങ്കിൽ കിട്ടുന്നില്ലയോ? Judgment or punishment due to its association with such abhorrent practices. A term for hell. A term for hell. ഒരു ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം, നമ്മളെ ഏതാണ്ടൊക്കെ കണ്ട് ഭയപ്പെട്ടിട്ടൊന്നുമല്ല ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ മഹത്വം വിട്ട് നമ്മൾ പോയാൽ, കർത്താവിന്റെ വഴി വിട്ട് നമ്മൾ പോയാൽ, അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ഈ നിത്യ നരകം. നിത്യനരകം. കർത്താവ് ഓർത്തിട്ടൊന്നുമില്ല. കുറച്ച് ദിവസം പള്ളിയിലൊക്കെ വന്നു തരികയോ, പുള്ളി കുറച്ച് ദിവസം പള്ളിയിൽ നിന്നൊക്കെ പ്രസംഗിച്ചു തരികയോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരികയോ, പിന്നെ ഞാൻ കൊണ്ടുപോകാമെന്നൊന്നും കർത്താവ് ചിന്തിക്കത്തൊന്നുമില്ല. നോ,
There is no compromise in that. There is no compromise. നമുക്ക് ദൈവവുമായി ഒരു ശുദ്ധ മനസാക്ഷി. നമുക്ക് ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ആരാണ്. Should have a clear conscience. ദൈവവുമായി ഒരു നല്ല മനസാക്ഷി നമ്മുടെ അകത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പറയുന്ന അവന്റെ മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധിയിലോട്ടാണ്. വളരെ കഠിനമായ പദങ്ങളാണ് തെക്കുന്ന സ്ഥലം, ആഴമില്ലാത്ത, വീതി അറിയാത്ത വലിയ കുഴി, ഇവിടെ വരുമ്പോൾ നിത്യനാശം. എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്കാ നമ്മളെ കോരിന്ത്യർ ലേഖനത്തിൽ വായിച്ചത്. അവർ നശിച്ചു, സംഹാരിയാൽ നശിച്ചതുപോലെ, അല്ലെ, മഹാമാരിയാൽ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കാതിരിക്കേണ്ടതിന്. നമ്മൾ ആലോചിക്കുക, അതിന്റെ അവസാനം എന്തുവാ? നാശം, നശിച്ചു പോവാ. അങ്ങനെ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അടുത്ത വാക്യം മത്തായി 25:41 വായിച്ചാൽ. മത്തായി, മാത്യു chapter 25 verse 41. മാത്യു 25 verse 41. പിന്നെ അവൻ ഇതുള്ളവരോട് ശപിക്കപ്പെട്ടവരെ നോക്കിയേ, അടുത്ത ആരാ അങ്ങോട്ട് പോന്നെ? ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക്. നമ്മൾ മുമ്പേ തെസ്സലോനിക്ക ലേഖനത്തിൽ നിത്യ നാശം, ഇവിടെ വന്നപ്പോൾ നിത്യ അഗ്നി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് the hell is eternal, നിത്യതയായത്. ഇതും ഒരു നിത്യതയാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. So we have to determine to which eternity I will go. നിത്യനാശത്തിലോട്ടാണോ അതോ നിത്യ സന്തോഷത്തിലോട്ടാണോ ഞാൻ പോകുന്നത്? ഇവിടെ പറയുന്നു, നോക്ക, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക്. നമുക്കറിയാം ഇതെന്തുവാന്നല്ലേ. ഒരു കർത്താവ് ഒരു ഉപമ പറയുക, എന്തുവാ? ഇടത്തും വലത്തുമുള്ള തിരിച്ചുകൊണ്ട് പറയുക. അവൻ അവസാനം ഇടത്തുള്ളവരോട് അവൻ പറയും, ശപിക്കപ്പെട്ടവരെ, be accursed. ശപിക്കപ്പെട്ടവരെ. എങ്ങോട്ട് വരാം? പിശാചിനും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ അകത്തെ കിടപ്പിന്റെ സുഖം ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മുടെ ചെവിക്കകത്തോട്ട് വന്ന കുറ്റം മാത്രം പറയുന്ന 10 പേരുടെ നടുക്ക് നമ്മളെ കൊണ്ടിടുക. നമ്മളിവിടെ എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ 10 പേര് നിന്നിട്ട് നമ്മുടെ ചുറ്റും നിൽക്കുക. ഇടത്തും വലത്തും മുമ്പിലും പുറകിലും എല്ലാം നിന്നിട്ട് ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത കുറ്റം മാത്രം പറഞ്ഞു നിൽക്കാന്ന് വെച്ചു. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വട്ടുപിടിക്കുന്നു. അങ്ങനാണെങ്കിൽ ഒരു ജീവിതം മുഴുവൻ എന്റെ ബെനീമേ നിന്റെ കൂടെ 10 മിനിറ്റ് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോഴല്ല നമ്മളെ കൊണ്ട് 10 മിനിറ്റ് കേൾക്കാൻ പറ്റുന്നില്ല. രാവിലെ പോകണം, ഒരു കാലഘട്ടം മുഴുവൻ പിശാചിന്റെ കൂടെ അവന്റെ ദൂതന്മാരുടെ കൂടെ നമ്മൾ പോയി കിടക്കേണ്ടി വന്നാൽ ആ ചൂടിനെക്കാട്ടി കഷ്ടമായിരിക്കും നമ്മൾ ഈ തല വീർത്ത് പൊട്ടുന്നത്. നമ്മളിതിന്റെ ഗൗരവം, സീരിയസ്നെസ് നമ്മൾ ചിന്തിക്കുന്ന യാതൊരു സുഖവും നരകത്തിൽ കിട്ടത്തില്ല. ഇവിടെ പറയാ, ശപിക്കപ്പെട്ടവരെ. എത്ര വേദനയോടെ അല്ലേ കർത്താവ് ഈ തള്ളികളെ എത്രമാത്രം സഹിച്ചിട്ടായിരിക്കും കർത്താവ് അവസാനമായിട്ട് പറഞ്ഞത്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവൻ. 46. അടുത്ത വാക്ക് നോക്കി, നിങ്ങൾ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ഒന്നാമത്തെ വാക്ക് എന്തുവായിരുന്നു?
നിത്യനാശം. രണ്ടാമത്തെ വാക്ക് നമ്മൾ കണ്ടത് നിത്യ അഗ്നി. മൂന്നാമത്തെ വാക്ക് നിത്യ ദണ്ഡന. വായിച്ചോട്ടോ ശ്രദ്ധിച്ചോട്ടെ. ഇവർ നിത്യദണ്ഡനത്തിലേക്കും ഉം. നീതിമാന്മാർ ആ നിത്യജീവ- നീതിമാന്മാർ നിത്യജീവങ്ങളിലേക്കും പോകും. മൂന്നാമത്തെ വീട് കണ്ടോ? നിത്യ നാശം, നിത്യ അഗ്നി, നിത്യ ദണ്ഡനം. ദണ്ഡിപ്പിക്കുക. അതാ നമ്മളിപ്പോ പറഞ്ഞ മൂക്കിക്കൂടെ പുഴു കയറിയിട്ട് ഇങ്ങനെ കണ്ണിക്കൂടെ ഇറങ്ങി വരുന്നത്, ചെവിക്കകത്തോട് കയറിയിട്ട് ഇങ്ങനെ വായിക്കകത്തോട് ഇറങ്ങി വരുന്നത്. എന്തോ സുഖമായിരിക്കും അറിയാം. നമ്മൾ ചുമ്മാതെ മൂക്കിലോട്ട് ഒരു കുഞ്ഞ് നാരൊന്ന് കയറ്റിയിട്ട് നോക്കി എത്ര തുമ്മൽ പോകുന്ന. അങ്ങനെയാണ് മിനിമം നിന്റെ മൂക്കിനകത്തോട് ഇത്രയും വലിയ പുഴു ഞൊളച്ച് കയറി പോകുന്ന രംഗം ചിന്തിച്ചു നോക്കി. എന്തോ ആയിരിക്കും സ്ഥിതി. ചെവി കൂട്, കണ്ണിക്കൂട്, മൂക്കിലൊരു ചെറിയ നാരിട്ടാ നമ്മൾ തുമ്മി നമ്മുടെ ഇടപാട് ചെയ്യും. ആ നമ്മുടെ മൂക്കിക്കൂട്. എന്റെ പൊന്നപ്പ, ഇതൊന്നും കേറാതിരിക്കാനാ ഇപ്പോഴീ ദൂത് പറയാൻ. അതുകൊണ്ട് പറഞ്ഞത്, എന്റെ കുഞ്ഞുങ്ങളെ അവർ നശിച്ചു, നിങ്ങൾ നശിക്കാതിരിക്കേണ്ടതിന്. നിത്യദണ്ഡന. നിത്യദണ്ഡനം ഭയങ്കരമായിരിക്കും. ചുട്ടുപൊള്ളുന്ന അവസ്ഥ. മരിക്കണമെന്ന് ആഗ്രഹിച്ചാലും മരണമില്ലാത്ത ഒരു സ്ഥലം. മരണമില്ലാത്ത ഒരു സ്ഥലം. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചാലും വിരൽ മുക്കിപ്പോലും ഒരു തുള്ളി തരുവാൻ ആളില്ലാത്ത സ്ഥലം. ഇപ്പം നമ്മൾ ഞെളിഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ തന്നെ പറയാം, അവർക്ക് എന്നാ കുഴപ്പം, ഇവർക്ക് എന്നാ കുഴപ്പം. അവരുടെ ഈ അവസ്ഥയോട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ പൊന്നപ്പാ, ജീവിതത്തിൽ കഷ്ടതയുണ്ടെങ്കിലും ചില രോഗം ഉണ്ടെങ്കിലും ചില ദുഃഖം ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ ഭൂമിയിലുള്ള സകലതും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ട്. ചില അലർജി വന്നാൽ ചൊറിച്ചിൽ ഇച്ചിരി നേരം കഴിയുമ്പോൾ മാറത്തില്ലേ? ചില വേദന വന്നാൽ എന്തായാലും തൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ ആ വേദന മാറത്തില്ലേ? പനി വന്നാൽ കുറച്ച് കഴിയുമ്പോൾ മാറത്തില്ലേ? ക്യാൻസർ വന്നാൽ അങ്ങേയറ്റം വന്നാൽ മരിച്ചു പോകുമ്പോൾ മാറത്തില്ലേ? ഇതൊക്കെ സംഭവിക്കും. ഇതോ മൂക്കിലെ പുഴുവിനെ വലിച്ചെടുക്കുമ്പോഴായിരിക്കും ചെവി നടത്ത ചാടുന്നത്. ആകെ രണ്ട് കൈയല്ല. ഏതുവഴിയൊക്കെ കയറും, ഏതുവഴിയൊക്കെ ഇറങ്ങും. ശരീരത്തിന്മേൽ എത്ര തുള വീഴും. എത്ര വന്ന് തുളച്ചൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോയാല് എന്റെ കർത്താവെ, ചിന്തിക്കാൻ പറ്റുമോ? എന്റെ പൊന്നു മോനെ ഗുണപ്പെട എന്നൊന്ന് പറയുക. നീ വിഷമിക്കണ്ട കേട്ടോ, ഈ സ്വർഗത്തിൽ പോകും എന്ന് ഞാനങ്ങ് ചിന്തിക്കുക. എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത്, സർട്ടിഫിക്കറ്റ് അല്ല, എന്റെ ആഗ്രഹം പറഞ്ഞു കേട്ടോ. പിന്നെ അന്നേരം നോക്കി നിത്യ ദണ്ഡനം. ജൂഡ് വേഴ്സ് 7 എന്ന് വായിക്കാം. യൂദയുടെ പുസ്തകം 7-ാമത്തെ വാക്യം. അതുപോലെ സോദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച്. അല്ല സിസ്റ്റർ, എത്ര വായിച്ചേ? 6 മുതലൊന്ന് വായിച്ചാട്ടെ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ യൂദന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള അടുത്തത് അനദർ എവർലാസ്റ്റിംഗ്. എന്റെ പൊന്നു ബനിമേ, നീ മൂക്കിലെ പുഴുവിനെ എടുക്കണമെങ്കിൽ നിന്റെ കൈ രണ്ടും ചങ്ങലക്കിട്ട് വെച്ചിരിക്കുക. സർക്കസ് കാണിക്കേണ്ടി വരും. മൂക്കിലെ പുഴുവിനെ എടുക്കണം, ചങ്ങലയിട്ട് വെച്ചിരിക്കുക. ചങ്ങലയിട്ട് വെച്ചിരിക്കുക. അന്നേരം മൂക്കിക്കൂട് ഉടനെ നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. ഈ മൂക്കേൽ ഇങ്ങനെ വന്നെന്തേലും ഇരുന്നാല് നമുക്കൊന്നും തട്ടിക്കളയാൻ പറ്റിയില്ലെങ്കിൽ സ്ഥിതി എന്നതാ. ചങ്ങലയ്ക്കായി അടുത്തത് എവിടാ കണ്ണ് തുറന്നാൽ ഒരു സാധനം കാണാൻ പറ്റും. പക്ഷെ എവിടെ കിടക്കുന്ന നിത്യാഗ്നിക്കകത്തുവാ. തീക്ക് പോലും വെട്ടമില്ലെന്ന് പറഞ്ഞാൽ, അവിടെ അന്ധകാരമായിരിക്കും എന്ന് പറഞ്ഞാൽ, കൂരിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത വാക്യം. നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട്, നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട്
ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഏതാ? ചാവുകടൽ, സോദോം ഗോമോറ, ദൃഷ്ടാന്തം കണ്ണുമുമ്പിൽ കിടക്കുക. അതുകൊണ്ടാണ് ഈ ഗലാത്യർ 3 ചോദിക്കുന്നത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി ഇങ്ങനെ നിന്റെ മുമ്പിൽ കാണിച്ചിട്ടും നിന്നെ തിരിച്ചറിയുവാൻ വയ്യാതെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. ബുദ്ധിയില്ലാത്ത സമയത്തിന് പോയല്ലോ. ബാക്കി ദൈവാനുവദിച്ച അടുത്ത ക്ലാസ്സിലാട്ടെ. ചില വാക്യം കൂടെ ഒന്ന് വായിക്കാറുണ്ട്. ഞാനിങ്ങനെ അവസാനിപ്പിക്കാം. നാം ചിന്തിക്കുന്നതിനൊക്കെ ഒത്തിരി അങ്ങേപ്പുറത്ത് ഭീകരമായ ഒരു നരകം. നമ്മളെ ഇങ്ങനൊന്നും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പഠിപ്പിക്കാനൊന്നും ആരുമില്ല, മനസ്സിലാക്കാൻ. ഇതിന്റെ ഓരോ ഘട്ടം ഘട്ടമായി നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴായി നരകത്തിന്റെ ആ ഭീകരത, അതിന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. Hell is eternal and hell is real. തെറ്റി ഒഴിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അതിനങ്ങേപ്പുറത്ത് നമ്മുടെ മുമ്പിലൊന്നും